നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 26-നോ 27-നോ നടന്നേക്കുമെന്നാണ് സൂചന. ഈ മാസം 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും 27-ന് മറ്റ് മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടക്കാനാണ് സാധ്യതയേറെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗം പൂർത്തിയാക്കുകയാണ് കേരളത്തിലെയും അതുപോലെ തന്നെ കേന്ദ്രതലത്തിലെയും ഉദ്യോഗസ്ഥന്മാർ. അതായത് 10 വർഷം നീണ്ട പിണറായി ഭരണം അവസാനിച്ച് കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ്. കാരണം സംസ്ഥാനം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 10 വർഷം നീണ്ട LDF സർക്കാർ ഖജനാവ് മുഴുവൻ കാലിയാക്കിയാണ് കടന്നുപോയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൊതുകടം സംസ്ഥാനത്തുണ്ട്. മാത്രമല്ല, നെല്ല് കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതുൾപ്പെടെ കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിനകത്ത് കൊടുത്തു തീർക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഈ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ശമ്പളവും പെൻഷനും മുടങ്ങാതെ സാമ്പത്തിക കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായും കേന്ദ്രത്തിൻ്റെ സഹായം വേണം. കേന്ദ്ര സർക്കാർ വായ്പ എടുക്കൽ പരിധിയിൽ വർധനവ് വരുത്തുകയോ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും പാക്കേജുകൾ നൽകുകയോ ചെയ്താൽ തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അത് ഗുണകരമാകും. നേരത്തെ LDF സർക്കാർ കിഫ്ബി പോലെയുള്ള ചില സംവിധാനങ്ങളിലൂടെ പണം തട്ടാൻ ശ്രമിച്ചത് കാരണം കേന്ദ്രം ഈ കടം എടുക്കൽ പരിധിയിൽ വലിയ വെട്ടിക്കുറവുകൾ വരുത്തിയിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമോ എന്നതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിക്കുക. നിലവിലെ ഇത്തരത്തിലുള്ള വെട്ടിക്കുറയ്ക്കലുകളെല്ലാം അവസാനിച്ച് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് വളരെ കൃത്യമായ സഹായധനം അല്ലെങ്കിൽ കൈയച്ചുള്ള ഒരു സഹായം അത് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അത്യാവശ്യമാണ് എന്ന് വിലയിരുത്തുകയാണ് കേരള സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 26-നും 27-നും പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി അനുവാദം തേടിയിരിക്കുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ദില്ലിയിലുണ്ട്. ഈ യാത്രയിൽ തന്നെ പ്രധാനമന്ത്രിയെ കാണാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്നിപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം പ്രധാനമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിയെ നേരിൽ കാണാനായില്ല. പകരം 26-നോ 27-നോ കാണാമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 26-നും 27-നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടും ദില്ലിയിലുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിനേക്കുള്ള സഹായങ്ങളാകും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമാവുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടില്ലെന്നും ആ പദ്ധതികൾ എത്രയും വേഗം നടപ്പാക്കണമെന്നുമായിരിക്കും കേന്ദ്രം ആവശ്യപ്പെടുക. സംസ്ഥാനത്തെ വീടില്ലാത്ത ഭവനരഹിതരായ ജനങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. സംസ്ഥാന വിഹിതം നൽകാനില്ലാത്തതിനാൽ ഈ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ നടപ്പാകുന്നില്ല. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കേരള സർക്കാർ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും 5 ലക്ഷം രൂപയുടെ ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓരോ വർഷവും നടപ്പാക്കുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വയോധികരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതുവരെയും ആ പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചിട്ടില്ല. വയോജന വകുപ്പ് അടക്കം സ്ഥാപിക്കുമെന്നും വയോജനങ്ങൾക്ക് പ്രത്യേകം വകുപ്പ് ഉണ്ടാക്കുമെന്നുമൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും ഭരണത്തിൽ വന്നതിന് ശേഷവുമുള്ള പ്രഖ്യാപനവുമൊക്കെ വി.ഡി. സതീശൻ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി എത്രയും വേഗം കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു സമ്മർദ്ദമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതിനു പുറമെയാണ് PM ശ്രീ പദ്ധതി. ആയിരക്കണക്കിന് കോടി രൂപയാണ് PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ PM ശ്രീ പദ്ധതിയിൽ കേരളം സഹകരിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണമുന്നണിയിലുണ്ടായ ചില പടലപ്പിണക്കങ്ങളുടെ പേരിൽ തൽക്കാലം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ സംസ്ഥാനത്ത് കൃത്യമായി നടപ്പിലാക്കി കൂടുതൽ കേന്ദ്രവിഹിതം സംസ്ഥാനത്ത് എത്തിക്കാനാണ് നോക്കേണ്ടത് എന്നായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വി.ഡി. സതീശനോട് പറയുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വി.ഡി. സതീശനും തമ്മിലുള്ള സന്ദർശനം പുതിയ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന
ആദ്യ കൂടിക്കാഴ്ച അത് വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ചിലപ്പോൾ ചില പദ്ധതികൾ പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ദില്ലിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലുണ്ട്. ഹൈക്കമാൻഡുമായി സംഘടനാപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വി ഡി സതീശൻ ദില്ലിയിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഹൈക്കമാൻഡിനെ വി ഡി സതീശൻ കാണുന്നത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലുമായും വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി എന്നാണ് വിവരം. KPCC പുനഃസംഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. 1/2 ഡസനോളം നേതാക്കന്മാരാണ് KPCC അധ്യക്ഷന്മാരാകാനായി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ഈ നേതൃനിര കണ്ടാൽ അത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി വാദിക്കപ്പെടാം. വലിയ പടലപ്പിണക്കങ്ങളില്ലാതെ KPCC അധ്യക്ഷനെയും മറ്റ് അധികാരികളെയും നിശ്ചയിച്ചാൽ വലിയ നേതൃഗുണമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കേരള പൊതുസമൂഹം പൊതുവിൽ വിലയിരുത്തും. അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ ഈ KPCC അധ്യക്ഷനാകണം എന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. പലർക്കും ഗ്രൂപ്പുകളുടെയും സീനിയർ നേതാക്കന്മാരുടെയും പിന്തുണയുണ്ട്. A ഗ്രൂപ്പിൻ്റെ നേതാവാണ് ബെന്നി ബെഹന്നാൻ. ജോസഫ് വാഴക്കന് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുണ്ട്. മാത്യു കുഴൽനാടന് KC വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട്. മാത്രമല്ല VS ശിവകുമാറിനെ പോലെയുള്ള മറ്റു ചില നേതാക്കന്മാരും ഇപ്പോൾ KPCC അധ്യക്ഷനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഏത് നേതാവിനാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിൻ്റെ നറുക്കു വീഴുക എന്നറിയില്ല. മുഖ്യമന്ത്രിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ കൃത്യമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഒത്തുപോകുന്ന ഒരു വ്യക്തി വരേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച നേതാക്കളായ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പറയുന്ന നേതാക്കന്മാർ ആ സ്ഥാനത്തേക്ക് വരിക എന്ന ഒരു ഫോർമുലയും സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല നിശ്ചയിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഒരുപക്ഷെ KPCC അധ്യക്ഷ സ്ഥാനം ലഭിക്കുക. മറ്റ് സംഘടനാ ചുമതലകൾ KC വേണുഗോപാൽ നിർദ്ദേശിക്കുന്ന നേതാക്കന്മാർക്കും കിട്ടിയേക്കാം. എന്തായാലും ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. 1/2 ഡസനോളം നേതാക്കന്മാരാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിൽ ഭരണം ലഭിച്ചതിന് ശേഷം ആദ്യമായി കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായി വി ഡി സതീശൻ ദില്ലിയിലെത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂടി കണ്ടുമടങ്ങാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി. പക്ഷേ പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കാരണം കൂടിക്കാഴ്ച 26ലേക്ക് മാറ്റി. 26-ന് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച, 27-ന് മറ്റ് മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയും നടത്തിയായിരിക്കും വി ഡി സതീശൻ തിരികെ പോരുക. സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് കേന്ദ്രത്തിൻ്റെ പിന്തുണ മുഖ്യമന്ത്രി തേടിയേക്കും. ദേശീയപാത വികസനം പോലെയുള്ള പദ്ധതികൾ, പ്രത്യേകിച്ചും ദേശീയപാത നിർമ്മാണത്തിൽ ചില ന്യൂനതകളൊക്കെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാലവർഷം വരാനിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. പ്രളയത്തെ വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ മൺസൂണിനെ വളരെ കൃത്യമായി തന്നെ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ തീരദേശങ്ങളിലടക്കം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ തീരദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും വാങ്ങിയെടുക്കാനുള്ള ഇച്ഛാശക്തി കഴിഞ്ഞ സർക്കാർ കാട്ടിയില്ല എന്ന പരാതിയുണ്ട്. ഈ പരാതി അടക്കം തീർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ സഹകരണത്തോടുകൂടി കേരളത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്നതായിരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അജണ്ട. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തോടുള്ള ചിറ്റമ്മ നയം അത് തുടരുകയാണ് എങ്കിൽ അതിനെ ശക്തമായി എതിർക്കാനും വി ഡി സതീശൻ മന്ത്രിസഭ തീരുമാനിച്ചേക്കും.